നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് PYQ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 നടന്നിട്ടുള്ള കൂലി വർക്കർ LGS, അതായത് ഒരു LGS ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 184/2023. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. ഒന്നാമത്തെ ചോദ്യം, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരാണ്. നോക്കിക്കോടാ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ചങ്ങമ്പുഴ. അപ്പോൾ വാഴക്കുല എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? അപ്പോൾ എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ഇതായിരിക്കും. ഏതാണ്? ജൂൺ 5-നാണ് എന്താ ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം പഠിക്കണം. ഓക്കെ, എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 എന്താണ് നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2025 ആതിഥേയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് കൊറിയ ആയിരുന്നു. ആതിഥേയ രാജ്യം ഏതാണ്? സൗത്ത് കൊറിയ ആയിരുന്നു. ഇനി 2026 ഓക്കെ, ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അസർബൈജാൻ. ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? അസർബൈജാൻ ആണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 5-നാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് 2025 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയും 2026 ആരാണ്? അസർബൈജാനും ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ദേശീയ പക്ഷി. ഓക്കെ, കേരളത്തിന്റെ ദേശീയ പക്ഷി അല്ലെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. പ്രാവുണ്ട്, മയിലുണ്ട്, തത്തയുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്. ഇതും എല്ലാ പേർക്കും അറിയാനുള്ള ചോദ്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. എടാ, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? ആനയാണ്. ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഔദ്യോഗിക ഫലം ചക്കയാണ്. ഇനി ഔദ്യോഗിക പുഷ്പമാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഏതാണ്? കണിക്കൊന്ന. ആൻസർ ഏതാണ്? കണിക്കൊന്നയാണ്. അതുപോലെ ഔദ്യോഗിക പാനീയമുണ്ട് നമുക്ക്. ഏതാണ്? ഇളനീർ. ഏതാണ്? ഇളനീറാണ് നമ്മുടെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ദേശീയ പക്ഷി അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷി ഏതാണ്ടാ? മലമുഴക്കി വേഴാമ്പലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലമാണോ, വയനാടാണോ, കോട്ടയമാണോ, ആലപ്പുഴയാണോ? അറിയാം, ഏതാണ്? വയനാട് ജില്ലയാണ്. അപ്പോൾ ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലമാണോ, വയനാടാണോ, കോട്ടയമാണോ, ആലപ്പുഴയാണോ? നമുക്ക് എല്ലാ പേർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും ഇതും. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത്? ഏതാണ്? രാമേശ്വരമാണ്. അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? രാമേശ്വരത്താണ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ പ്രസിഡന്റ് ആണ്. ആര്? നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. ജനകീയനായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും ആരാണ്? ജനകീയനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം 1931 തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരത്താണ് ജനിക്കുന്നത്. ഓക്കെ, തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ആര് ജനിക്കുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിക്കുന്നത്. അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? ജനകീയനായ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന് അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന് 1997 എന്ത് കിട്ടിയിട്ടുണ്ട്? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഏത്? ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? രാമേശ്വരമാണ്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എടാ, അടുത്ത 7ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ.
ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. ആരാണ്? ചാൾസ് ബാബേജ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? ചാൾസ് ബാബേജിനെ തന്നെയാണ്. അടുത്തത് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇസ്ലാമാബാദ് ഉണ്ട്, ബീജിംഗ് ഉണ്ട്, കാഠ്മണ്ഡു ഉണ്ട്, കൊളംബോ ഉണ്ട്. ഓക്കെ, ശ്രീലങ്കയുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊളംബോ ആണ്. അപ്പോൾ ഇസ്ലാമാബാദ് എന്തിന്റെ തലസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഏത്? ഇസ്ലാമാബാദ് എന്ന് പറയുന്നത്. ചൈനയുടെ തലസ്ഥാനമാണ് ഏത്? ബീജിംഗ് എന്ന് പറയുന്നത്. നേപ്പാളിന്റെ തലസ്ഥാനമാണ് ഏത്? കാഠ്മണ്ഡു. നേപ്പാളിന്റെ തലസ്ഥാനമാണ് ഏത്? കാഠ്മണ്ഡു. കൊളംബോ എന്തിന്റെ തലസ്ഥാനമാണ്? ശ്രീലങ്കയുടെ തലസ്ഥാനമാണ്. 9ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഏതാണ്ടാ? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോവയാണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. 10ാമത്തെ ചോദ്യം. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോ. പ്രൊഫസർ ആർ ബിന്ദു ഉണ്ട്, ആന്റണി രാജു ഉണ്ട്, വീണ ജോർജ് ഉണ്ട്, ശ്രീ കെ കൃഷ്ണൻകുട്ടി ഉണ്ട്. ഓക്കെ, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണ്? വീണ ജോർജ് ആണ് നമ്മുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. ഓക്കെ, മാരുതി ഉദ്योग ഉണ്ട്, അമൂൽ ഉണ്ട്, ഓയിൽ ഇന്ത്യ ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എടാ, ഇതില് സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് അമൂലാണ്. ഓക്കെ, ഏതാണ്? അമൂലാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായി ഈ തന്നിട്ടുള്ളവയിലുള്ളത് ഏതാണ്? അമൂലാണ്. ഏതാണ്? അമൂലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോടാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. 2ാമത്തെ പ്രസ്താവന. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായത് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. എടാ, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നുണ്ട്. ആ പ്രസ്താവന എന്താണ്? പ്രസ്താവന തെറ്റാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. ഏതാണ്ടാ? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് മനസ്സിലായി. അടുത്ത് പറയുന്നു, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ആ പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. റൂർക്കേലയ്ക്ക് സഹായം ചെയ്തത് ജർമ്മനിയാണ്. ഓക്കെ, ഇപ്പൊ ജർമ്മനിയുടെ സഹായത്തോടെയാണ് എന്ത് സ്ഥാപിക്കുന്നത്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ്. പറയുന്ന 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, രണ്ടും ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക. സൂചന 1 എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഈ 3 പ്രസ്താവനകളും എന്തിന്റെ സൂചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിന്റെ ആണ്. അപ്പോൾ ലൂയിന്റെ പ്രത്യേകതകളാണ് നമുക്കിവിടെ 3 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നതും ആരാണ്? ലൂ ആണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു എന്ന് പറയുന്നതും ലൂയിനെ കുറിച്ചാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏത് പ്രാദേശികവാദമാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ലൂ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്ന് തിരിച്ചറിയുക. ഉത്തരായന രേഖയുണ്ട്, ഭൂമധ്യരേഖയുണ്ട്, ദക്ഷിണായന രേഖയുണ്ട്, ആർട്ടിക് വൃത്തമുണ്ട്.
നമുക്കറിയാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏത് മാത്രമാണ്? ഉത്തരായന രേഖ മാത്രമാണ്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരായന രേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ, ഇനി അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ് താഴെ തന്നേക്കുന്നത്. മഹാനദിയുണ്ട്, പെരിയാറുണ്ട്, താപ്തിയുണ്ട്, ലൂണിയുണ്ട്. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികളാണ് തന്നിട്ടുള്ളത്. അവയെല്ലാം എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ തന്നിട്ടുള്ള നദികളിൽ നിന്ന് എവിടെ പതിക്കുന്ന? അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, എടാ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? പെരിയാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. അതുപോലെ താപ്തി പതിക്കുന്നതും എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? കൊൽക്കത്തയാണോ, ഡൽഹിയാണോ, കൊച്ചിയാണോ, ചെന്നൈ ആണോ? ഏതാണ്? ഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഡൽഹിയാണ്. ക്ലിയർ അല്ലേ? 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ന്യൂഡൽഹി, വാരണാസി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ന്യൂഡൽഹിയെയും വാരണാസിയെയുമാണ്. അടുത്ത്, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണോ, ചൈനയാണോ, പാകിസ്ഥാനാണോ, നേപ്പാളാണോ? ഏതാണ്? ഓപ്ഷൻ എ ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഏത്? ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്ന പേര് ഏതാണ്? ദേശീയ ജലപാത 2. ഏതാണ്? ദേശീയ ജലപാത 2 ആണ്. എടാ അങ്ങനെയാണെങ്കിൽ ദേശീയ ജലപാത 1 എന്തിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹാബാദ്, ഹാൽഡിയ. ഏതാണ്ട? അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 1 എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു? അലഹബാദ്, ഹാൽഡിയ. അതുപോലെ ദേശീയ ജലപാത 2 എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയൊക്കെയാണ്? സാദിയ മുതൽ ധുബ്രി വരെയാണ്. സാദിയ, ധുബ്രി. അടുത്തുള്ളത് നമ്മുടെ ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് കൊല്ലം, കോഴിക്കോട്. കൊല്ലം, കോഴിക്കോട്. ദേശീയ ജലപാത 4 ഏതാണ്? കാക്കിനഡ, പുതുച്ചേരി. ഏതാണ്? കാക്കിനഡ, പുതുച്ചേരി. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് താൽച്ചർ, ധാംറ. താൽച്ചർ, ധാംറ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 5 ദേശീയ പാതകളാണ് ഇവിടെ പഠിച്ചത്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ്, ഹാൽഡിയ. 2 ബന്ധിപ്പിക്കുന്നത് സാദിയ, ധുബ്രി. 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം, കോഴിക്കോട്. 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനാട, പുതുച്ചേരി. 5 ബന്ധിപ്പിക്കുന്നത് താൽച്ചർ, ധാംറ. 5 ബന്ധിപ്പിക്കുന്നത് ഏതിനെയാണ്? താൽച്ചർ, ധാംറ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. നവശേവയുണ്ട്, പാരാദ്വീപ് ഉണ്ട്, ഹാൽദിയ ഉണ്ട്, കാണ്ട്ല ഉണ്ട്. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൽ നവശേഭയും അതേപോലെ കാണ്ട്ലയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പശ്ചിമ തീര തുറമുഖങ്ങളാണ്. അപ്പോൾ 1ഉം 4ഉം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ പശ്ചിമ തീര തുറമുഖങ്ങൾ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? നവശേവയും കാണ്ട്ലയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമുക്കറിയാം ആരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26-നാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? അനുച്ഛേദം 21A. ഏതിലാണ്?
അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഏത് വർഷമാണ്? 2013 ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്യുന്നത്? ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്. ഏത് വർഷമാണ്? 2013. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണോ, ദക്ഷിണാഫ്രിക്കയാണോ, ബ്രസീലാണോ, ഇന്ത്യയാണോ? നമുക്കറിയാം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത്. അടുത്ത 26ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭേദഗതിയാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്തിന്റെ കൂടെ ഉണ്ടായിരുന്നു? മൗലികാവകാശത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്നും മാറ്റി. അപ്പോൾ മൗലികാവകാശത്തിന്റെ എണ്ണം എത്രയായി? 6 ആയി. അപ്പോൾ നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പോൾ സ്വത്തവകാശം നിലവിൽ എന്ത് അവകാശമാണ്? ഒരു നിയമാവകാശമാണ്. നിയമാവകാശമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ കുറിച്ച് നിലവിൽ പരാമർശിച്ചിട്ടുള്ളത്. ഏത് ഭാഗത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം ഭാഗത്തിലാണ്. ഓക്കെ, 12ാം ഭാഗത്തില് ആർട്ടിക്കിൾ 300A സ്വത്തവകാശം നിയമാവകാശമാണെന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് എന്നുള്ളതാണ്. ഏത് കോടതിയാണ്? ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് ഏതാണ്? ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ട്. ഈ നിയമം വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1861 അന്നത്തെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനിങ് പ്രഭു ആയിരുന്നു. അപ്പോൾ 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്നത്. ആ സമയത്തെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാനിങ് പ്രഭു ആയിരുന്നു. ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. അടുത്ത 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ ഭാഗം 4A എന്ത് വരുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതിലാണ്? ആർട്ടിക്കിൾ 19. ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 19 എന്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത 31ാമത്തെ ചോദ്യം നോക്കിക്കോ, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ക്വസ്റ്റ്യൻ. 1930 എന്ത് നടക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1930. 1930 എന്ത് നടക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അടുത്ത്, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, ചെമ്പാണ് ആൻസർ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ചെമ്പ്. അടുത്ത 33ാമത്തെ ചോദ്യം നോക്കിക്കേ, ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിട്ടുള്ളവയിൽ നിന്ന് ഭൂമിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണ്. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ. ഏതാണ്? ചന്ദ്രനാണ്. അടുത്ത് പറയുന്നു ഏറ്റവും വലിയ ഗ്രഹം, ആ പറയുന്ന പ്രസ്താവന തെറ്റാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്ടാ? വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, എ, ബി, സി എന്നിവ ശരിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത 34ാമത്തെ ചോദ്യം നോക്കിക്കോ, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്? പാലക്കാട്.
ഓക്കെ, അപ്പോൾ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, നമുക്ക് ആൻസർ അറിയാം, ഏതാണ്? പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. അടുത്ത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ ആണ്. അടുത്ത 37ാമത്തെ ചോദ്യം, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആളുടെ പേര് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് പറയുന്നത്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ഏത് പത്രമാണ്? കേസരി. ഏതാണ്? കേസരി. കേസരി, മറാത്ത, ഈ പറയുന്ന 2 പത്രങ്ങളും ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അടുത്ത 41ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്കിക്കോ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. ഓക്കെ, അതുപോലെ മാസം എത്ര കിലോഗ്രാം അരി? 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഇതുവഴി പ്രയോജനമില്ല. അതുപോലെ തന്നെ പോഷകാഹാരം ലഭ്യമാക്കുന്നതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമല്ല. അപ്പോൾ ഈ പറയുന്ന 2 പ്രസ്താവനകൾ തെറ്റാണ്. നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നത്. അടുത്ത്, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ്? ആനി ബസന്റ് ആണ് ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നത്? ഹോം റൂൾ പ്രസ്ഥാനം അല്ലെങ്കിൽ ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നത്. അടുത്ത്, 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. ഒരിടയ്ക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് PSC ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സാജൻ പ്രകാശ് ആണോ? സെബാസ്റ്റ്യൻ സേവിയർ ആണോ? അഭിലാഷ് ടോമി ആണോ? മൈക്കിൾ ഫിലിപ്പ് ആണോ? 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി ആണ്. ആരാണ്? അഭിലാഷ് ടോമി. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അടുത്ത 44ാമത്തെ ചോദ്യം നോക്കിക്കേ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് ഭാഗമാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ആനമുടി. 46ാമത്തെ ക്വസ്റ്റ്യൻ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. അടുത്ത, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന പൊയ്കയിൽ കുമാരഗുരുദേവനാണ് എന്ത് സ്ഥാപിക്കുന്നത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഓപ്ഷൻ ഡി മിന്നു മണി. മിന്നു മണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 49ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. പ്രസ്താവന ശരിയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും എന്ന് പറയുന്ന പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അടുത്ത്, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. സബ്സിഡി കുറയ്ക്കുക എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവനയല്ല. അപ്പോൾ 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയാണ്. അടുത്ത, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്ട? അയ്യങ്കാളി. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്.
അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി വി.ടി. ഭട്ടതിരിപ്പാട്. ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. ആരാണ്? കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടായിരുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അടുത്ത വീണ്ടും ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാണ്? ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഓക്കെ, എം.എൻ. ഷംസീർ, മുഹമ്മദ് റിയാസ്, എം.ബി. രാജേഷ്, വി.കെ. പ്രശാന്ത്. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ ആണ്. ആരാണ്? എ.എൻ. ഷംസീർ ആണ്. ഇതിൽ എം എന്നാണ് കൊടുത്തേക്കുന്നത്. എ.എൻ. ഷംസീർ ആണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്നത്. അടുത്ത 58ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം തന്നിട്ടുള്ളതിൽ ഏതാണ്? കുട്ടനാട്ടിലാണ് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഉള്ളത്. അടുത്ത കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ആര്? ജഹാംഗീർ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യരെ പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജഹാംഗീർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? സ്കർവി എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ജീവകം സിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്നത്. വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണം ഓപ്ഷൻ സി ബാക്ടീരിയ. അടുത്ത മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. അടുത്ത വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? നോക്കിക്കോ. ഡെങ്കിപ്പനിയുണ്ട്, എലിപ്പനിയുണ്ട്, കോളറയുണ്ട്, ജലദോഷമുണ്ട്. നമുക്കറിയാം വായുവിലൂടെ പകരുന്നത് തന്നിട്ടുള്ളവയിൽ ഏതാണ്? ജലദോഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 66ാമത്തെ ക്വസ്റ്റ്യൻ. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. എഴുതിയത് ആരാണ്? റേച്ചൽ കഴ്സൺ. ആരാണ് എഴുതുന്നത്? റേച്ചൽ കഴ്സൺ ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അങ്ങനെ 1972 അമേരിക്കയിൽ എന്ത് ചെയ്തു? DDT നിരോധിച്ചു. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജ്യോതികയുണ്ട്, പ്രിയങ്കയുണ്ട്, അക്ഷയുണ്ട്, ശ്വേതയുണ്ട്. ഓക്കെ, സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്കയാണ്. തന്നിട്ടുള്ളവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്കയാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? എപ്പികൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. 70ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പ്രസ്താവന ശരിയല്ലേ? എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ്. ശരിയാണ് പ്രസ്താവന. അടുത്ത്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അത് ശരിയല്ലേടാ? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? അവർ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എല്ലാം ഒരേപോലെ ആയിരിക്കും. ആ പ്രസ്താവനയും ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്.
അപ്പോൾ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എടാ, ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കോ. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. അതെന്താണ്? തെറ്റാണ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം എന്ത് ചെയ്യും? കുറയും. എടാ, പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ താഴോട്ടുള്ള വരകളാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പുകൾ. ഇങ്ങനെയുള്ള വിലങ്ങനെയുള്ള വരകളെ നമ്മൾ എന്തെന്ന് പറയും? പീരീഡ്സ് എന്ന് പറയും. അപ്പോൾ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റങ്ങളുടെ ലോഹത്തിന്റെ സ്വഭാവം, ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് പറയുന്ന പ്രസ്താവനയാണ് തന്നിട്ടുള്ളതിൽ ശരി എന്ന് പറയുന്നത്. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നോക്കിക്കോ. നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. നോക്കിക്കോ. ഗന്ധമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല, നിറമുണ്ട്. ആ പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. കത്താൻ സഹായിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നു, ഗന്ധമുണ്ട് എന്ന് പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. ജലത്തിൽ ലയിക്കുന്ന ഓക്സിജൻ ജലത്തിൽ ലയിക്കാറുണ്ട്, കത്താൻ സഹായിക്കുന്നുണ്ട്, ഓക്സിജന് നിറമില്ല. അപ്പോൾ 3 ഗുണങ്ങളും വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അലൂമിനിയത്തിന്റെ അയിര് ഡാഷ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോക്സൈറ്റ് ആണ്. അടുത്ത് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാണ്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞ. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാണ്? മഞ്ഞ നിറമാണ്. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. പ്രസ്താവന ശരിയാണ്. പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. മാസ് എല്ലായിടത്തും എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും. പ്രസ്താവന ശരിയാണ്. അടുത്തതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസിന്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. പ്രസ്താവന ശരിയാണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറയുന്നു. പ്രസ്താവന തെറ്റാണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3 മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ശരി എന്ന് പറയുന്നത്. അടുത്ത, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഏത്? കോൺവെക്സ് ദർപ്പണം. ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണം. കോൺകേവ് ദർപ്പണമാണ് ഏത്? ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സമതല ദർപ്പണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുഖം നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് പറയുന്നത്. അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് ഡാഷ്. എന്താണ്? സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ഥാനാന്തരം. അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നോക്കിക്കോ. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നോക്കിക്കോ. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. എടാ, ഇവിടെ എന്താണ്? വികിരണം ചെയ്യുന്നത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്നു അല്ലേ? നമുക്കിവിടെ എന്താവശ്യമില്ല? ഒരു മാധ്യമത്തിന്റെയും ആവശ്യമില്ല. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം എന്ത് ചെയ്യുന്നു? പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ വികിരണം വഴിയുള്ള താപപ്രേഷണത്തിൽ എന്തിന്റെ ആവശ്യമില്ല? മാധ്യമത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെ പ്രസ്താവനയാണ് ശരി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു PYQ സീരീസിൽ വീണ്ടും കാണാം. താങ്ക്